ഹായ് ഉള്ളപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മീറ്റ് മെസ് നന്ദൂസ്. അപ്പോൾ ഫസ്റ്റിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സീൻ ഇങ്ങനെ ആയതുകൊണ്ടും സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും ഞാൻ ഡയറക്റ്റ് ഇൻട്രോൻ്റെ ആവശ്യമില്ലല്ലോ, വരുന്ന വീഡിയോയിലെല്ലാം വഴിയെ പരിചയമാക്കാമെന്ന് വിചാരിച്ചു. സൗണ്ടായി കിടക്കുക പഞ്ഞ ക്ഷമിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ Q&A ഫ്രം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് എക്സ്പെക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനകത്ത് ആരും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത് കഴിഞ്ഞത് മോർണിംഗിന് ഞാനൊരു NG ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് അനോണിമസ് ആയതുകൊണ്ട് തന്നെ ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഇട്ടതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് അടിച്ചു മാറ്റിയിട്ടാണ് ഞാനും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ എന്തായാലും സെക്കൻഡ് പാർട്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലുള്ള ലിങ്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വന്നിട്ട് ഉറപ്പായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പം ഞാൻ ഇപ്പം കിട്ടിയതിൽ വെച്ച് ഒരു 10-15 ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇങ്ങനെ ചിക്കിച്ചെടുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് മിസ് എനിവൺ, ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിലേക്കുമ്പോൾ കുറച്ച് നാൾ മുന്നേ വരാണെങ്കിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാറ്. പക്ഷെ ഇപ്പം ഞാൻ ആരും അങ്ങനെ മൈൻഡിലേക്ക് കേട്ടാത്തതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ ആരും മിസ് ചെയ്യാറില്ല എന്നാണ് സത്യം. സെക്കൻഡ് വൺ, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, വൺ സൈഡ് ആയിരുന്നെങ്കിലും മൈ സൈഡ് വാസ് റിയൽ. ഐ തിങ്ക് ഇനിയുള്ളതൊരു വലിയൊരു എസ്സെയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്നാലും ഞാൻ ഷെയർ ചെയ്യാം ഇവിടെ. നിന്നെ കണ്ടാന്ന് മുതൽ മനസ്സിലൊരു ചലമുണ്ടായി. ഇനി ആ ചലനം നിൽക്കുന്നവരെ നീ കൂടെ വേണം. പോരുന്നു എൻ്റെ കൂടെ, എൻ്റെ പെണ്ണായിട്ട്, എൻ്റെ അമ്മയുടെ മരുമോളായിട്ട്, പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മയുടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത്, ഡു യു ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്? തീർച്ചയായിട്ടും എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ട്. ഞാനിപ്പോൾ എത്ര ഒരാളോട് ക്ലോസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അവരോട് സംസാരിക്കുമ്പോഴായി കഴിഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും വരാറുണ്ട്. അത് ഏതൊരു കാര്യത്തിനായി കഴിഞ്ഞാലും. പിന്നെ ജാട, ഞാൻ എപ്പോഴാ ജാട കാണിച്ചിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല ഞാൻ ജാട കാണിക്കാറുണ്ട്. അത് ഇല്ലാന്ന് പറയുന്നില്ല, അത് ഇച്ചിരി ഓവർ പവറൊക്കെ കയറുമ്പോൾ മാത്രം ജാട കാണിക്കാറുള്ളൂ. അല്ലാത്ത കാര്യത്തിലൊന്നും ഞാൻ ജാട കാണിച്ചിട്ടേ ഇല്ല. ഞാൻ നിഷ്കളങ്കയാണ്. പിന്നെ I'm here for you. You are so special to me. പക്ഷെ ഇതൊന്നും ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എങ്കിലും ഞാൻ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ. നെക്സ്റ്റ് നമുക്ക് NGL എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ ബെസ്റ്റ് ഡേ സോ ഫാർ ദിസ് ഇയർ? അങ്ങനെ ബെസ്റ്റ് ഡേ എന്ന് പറയുന്നത് അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാ ഡേയും ഞാൻ ഒരേപോലെ കണ്ടിട്ടുള്ളൂ. കാരണം എനിക്കങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ വർഷം എനിക്ക് എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നത്, അത് ലൈക്ക് എനിക്ക് ഒരു നല്ലൊരു ബോണ്ട്, ഒരേ ഒരു ബോണ്ട് എനിക്ക് കിട്ടി. അതിപ്പോൾ ഒരു അനിയനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ അനിയനാണ്. ലൈക്ക് എൻ്റെ ഒരു ചേട്ടനായിട്ട് അവൻ പെർഫോം ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു ബോണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിനെ കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് എന്താണ്? ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ 5 ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10th പഠിക്കുമ്പോൾ. അതിനകത്ത് 3 ഗോൾ ഞാൻ എന്തായാലും ഇങ്ങനെ പ്രോസസ്സിങ്, 2 ഗോൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി 2 ബാലൻസ് ഉണ്ട്. അത് ഒരെണ്ണം എന്തായാലും ഇനിയും ടൈം ഉണ്ട് എടുക്കാനായിട്ട്. അതിന് ഫസ്റ്റ് വൺ ഏതാ, നമ്മളുടെ വേൾഡ് റെക്കോർഡ്. എനിക്ക് വേൾഡ് റെക്കോർഡ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും കിട്ടാതിരിക്കും, എവിടെ പോകാനാ. എല്ലാത്തിനും അതിൻ്റെതായുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്നില്ലേ, അതുപോലെ കിട്ടുമായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് എപ്പോഴും ഞാൻ നിങ്ങളുടെ സ്വപ്നം കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ വിൽ സീ യു ഓൺ ടെലിവിഷൻ? ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, പക്ഷെ എന്നെക്കൊണ്ട് എനിക്ക് എനിക്കതിനുള്ള കഴിവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വെച്ചാൽ പലരും
ഇപ്പൊ പലരും വിചാരിക്കും ഞാൻ ഈ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ പുറത്ത് നല്ല ആക്റ്റീവാന്ന്. ഒരിക്കലും അല്ല. ഞാൻ ഈ അയ്യോ ഭാവ. ഞാൻ ഈ ഇൻസ്റ്റ എന്ന് പറയുന്ന ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിക്കാൻ എനിക്ക് നല്ല ക്രൗഡ് ഫിയർ ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ വരെ ഇങ്ങനെ ഭയങ്കര മടിച്ചിരിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ സംസാരിച്ച് തുടങ്ങിയ പിന്നെ കുഴപ്പമില്ല, ആ ഒരു ഫ്ലോക്ക് ഒന്ന് പൊക്കോളും. നെക്സ്റ്റ്, ബ്യൂട്ടി കെയർ ടിപ്സ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ പൊതുവെ ഗേൾസ് എല്ലാം യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സജഷൻ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഞാനധികം മുഖത്ത് അങ്ങനെ പൗഡർ അങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ യൂസ് ചെയ്യാറില്ല. കൂടി വന്നാൽ ഈ ഐലൈനർ ഒരു പൊട്ട് കൊടുക്കും, തീർക്കും. ദാറ്റ്സ് ഓൾ. എൻ്റെ അമ്മ എപ്പോഴും വഴക്ക് പറയാറുണ്ട്, ഒരുങ്ങിപ്പൊക്കൂടി. ഞാൻ പറയാം, എന്ത് കാര്യത്തിൽ ആരും നോക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ഇതാ വ്യക്തി എന്നോട് പ്രത്യേകം പറഞ്ഞ് ഇതിനെന്തായാലും ഒരു ആൻസർ കൊടുക്കണമെന്ന് പറഞ്ഞതാ. ഇത് കാസർഗോഡ് ഭാഷയിൽ ഉണ്ട്. എനിക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒടുത്തു അൻ്റെ ചായ ലൊട്ടയിൽ വന്നിട്ട് ചായ തരാണ്ട് പറഞ്ഞ് പറ്റിച്ചില്ല ഗൈസ്. സത്യം പറഞ്ഞാല് നിങ്ങൾക്കറിയാലോ, നമ്മുടെ തൊപ്പിയുടെ സൈറ്റായിരുന്നു ലൊട്ടാലുള്ള. അപ്പോൾ ഞാനിങ്ങനെ അറിയുന്നതല്ല, നമ്മളിങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോഴേക്കും അവനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ, ഇങ്ങോട്ട് ഈ ലൊട്ടാലോ എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ മൊത്തം സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, മലയാളികൾ കുറേ ഉണ്ടാവും, നമുക്ക് ബോറടിക്കൊന്നും ഉണ്ടാവത്തില്ല എന്നും പറയാം. അപ്പം ഞാനത് കയറി വലിയത്തിൽ കയറിയപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ സിറാജു. അപ്പോൾ പുള്ളിന്ന് വെച്ചാൽ വേറെ ലെവല്, പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല കമ്പനിയായി. അതിനൊരു 2-3 വട്ടം കയറിയപ്പോഴും 3 പ്രാവശ്യം അടുപ്പിച്ച് പുള്ളിനെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നല്ല കമ്പനിയായ ഒരു വ്യക്തിയാണ് നമ്മുടെ സിറാജു എന്ന് പറയുന്നത്. സിറാജുവിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിന് പ്രത്യേകിച്ച് എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ വാക്കില്ല. സത്യം പറഞ്ഞാൽ പുള്ളി വേറെ ലെവൽ മനുഷ്യൻ, പറയാനൊന്നുമില്ല. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പാട്ട് പാടിക്കുക. ഒരു പാട്ട് പാടിയ സീനം ഇതുവരെ മാറിയിട്ടില്ല. നെക്സ്റ്റ് പാട്ട് പാടാൻ എനിക്ക് പറയരുത്. ഞാൻ സബ് ചെയ്യാം, നോക്കിയിരുന്നു. ചെയ്തോ? നോക്കിയിരിക്കുക, വേഗം ചെയ്. നന്ദൂച്ച് ഒരു പെണ്ണ് സെറ്റാക്കിട്ട. ഇത് മറ്റേ നിനക്കറിയാലോ, നെസ്ലൻ വാസ് റൈറ്റ്. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. ഏത് അത്. അപ്പൊ ബൈ ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും സെക്കൻഡ് പാർട്ട് എന്തായാലും ഞാൻ ഇറക്കുന്നുണ്ട്. വൈകിട്ട് തിരക്കി മടുത്തു മതിയേ. അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ട് എന്തായാലും ഇറക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.